നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചില കാര്യങ്ങൾ അങ്ങനെ നടക്കൂന്ന് മനസ്സിലായി കഴിഞ്ഞാ പിന്നെ അത് അംഗീകരിക്കല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഇനിയിപ്പോ എന്നെങ്കിലും ഒരു നാൾ ഗിരിയോടെല്ലാം തുറന്നു പറയാന്ന് വിചാരിച്ചാൽ തന്നെ ആ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ നിന്റെ കൈവശം യാതൊന്നും ഇല്ലല്ലോ. ആ ഡയറി മോഷണം പോയില്ലേ? അത് മാത്രല്ല, അനുരാധമ്മയുടെ നന്മമരം ചമയല് ഒരിത്തിരി കൂടിയിട്ടുണ്ട്. ഗിരിയുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് ആടിപ്പോയിട്ടുണ്ടോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പക്ഷേ അങ്ങനെ എല്ലാം അങ്ങ് വിട്ടുകൊടുത്തിട്ട് കൈയും കെട്ടിയിരിക്കാൻ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല സ്നേഹ. നിതീഷിന്റെ അവന്റെ അമ്മയുടെ മുഖം മൂടി ഞാൻ എങ്ങനെയെങ്കിലും കീറി വലിച്ചെറിഞ്ഞിരിക്കും. നോക്കിക്കോ. അമ്മ, ഊണ് കാലായി, വാ കഴിക്കാം. എനിക്കൊന്നും വേണ്ട മോളെ, നല്ല വിശപ്പില്ല. എന്തു പറ്റിയമ്മ? അമ്മയ്ക്ക് സുഖല്ലേ? ചൂടൊന്നുമില്ല. എന്തു പറ്റി? വയറിന് എന്തെങ്കിലും അസുഖമാണോ? ഒന്നുമില്ല മോളെ, ഞാൻ ഇത്തിരി നേരം ഒന്ന് കിടക്കട്ടെ. ഹലോ ഹലോ പ്രതീക്ഷ, ഗിരിയേട്ടാ, അമ്മ ഒന്നും കഴിക്കുന്നില്ല. എന്തു പറ്റി? അമ്മയ്ക്ക് നല്ല സുഖമില്ലെന്നാ തോന്നുന്നേ. കിടക്കുവോ? ഞാൻ ഉടനെ വരാം. എന്നിട്ട് നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം. ശരി ഗിരിയേട്ടാ. ഇതൊന്ന് ഇട്ട് നോക്കിയ മോളെ, ഞാനൊന്ന് കാണട്ടെ. ഇതൊക്കെ ഓൾഡ് ഫാഷൻ അമ്മേ. ഇത് കൊടുത്ത് വേറെ 2-3 വാങ്ങും. നിന്റെ കല്യാണത്തിനിടാൻ വേണ്ടി അവള് സ്വരുക്കൂട്ടി വെച്ച പൊന്നാത്. നീ അത് ഇടാതിരുന്നാൽ അവൾക്ക് സങ്കടാവും. സുമിതയ്ക്ക് വേണ്ടിയും ഇവൾ ഇതുപോലെ സ്വർണം എടുത്തു വച്ചിരുന്നു. സുമിയുടെ കല്യാണ സമയത്ത് അവളത് എടുത്തു തന്നപ്പോ സത്യത്തിൽ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. സ്വർണ്ണ ഇട്ടില്ലെങ്കിൽ ഇട്ടില്ലെന്നല്ലേ ഉള്ളു അച്ഛാ. ഈ ജാമ്പോന്റെ കാലത്തുള്ള ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയി നാണം കട എനിക്ക് വയ്യ. ശരി, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ നടക്കാൻ പോകുന്നേ. അതുകൊണ്ട് എന്റെ അമ്മയ്ക്ക് വേണ്ടി ഈ കുഞ്ഞാഗ്രഹം ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു പോലെ. ഇന്ദിരക്കുട്ടി വിഷമിക്കണ്ട കേട്ടോ. ഇടോ. ഇതെല്ലാം അണിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കല്യാണത്തിന് നോക്കോളാം. നന്ദു, നിനക്ക് ഞാൻ എന്റെ 1-2 മാലയും വളയും കൂടി തരാം. അതിന് ഫാഷനാണോ ട്രെൻഡാണോ ഒന്നും ചോദിക്കരുത്, എനിക്കറിയില്ല. എനിക്കതൊന്നും വേണ്ട ചേച്ചി. വളരെ സിമ്പിളായി നടത്തുന്ന ഒരു കല്യാണല്ലേ ഇത്. അപ്പൊ പിന്നെ ആഭരണങ്ങളും സിമ്പിളായിട്ട് മതി. ഇപ്പോഴാണ് നീ എന്റെ മോളായത്, അല്ല സുമിതയുടെ അനിയത്തിയായത്. അച്ഛനും മക്കളും എല്ലാം ഇപ്പൊ ഒറ്റക്കെട്ടായി. ഞാൻ പുറത്തും. ഈ കല്യാണത്തിന് ഇച്ചിരി കൂടി സമയം കിട്ടിയിരുന്നെങ്കിലേ ഇവള് പറഞ്ഞതുപോലെ ഉരുപ്പടിയും ഡ്രസ്സും ഒക്കെ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു. ഇതിപ്പോ കല്യാണം പെട്ടെന്നായതുപോലൊരു തോന്നല്. അതല്ല കാര്യം, നാട്ടുകാരെ കൊണ്ട് അതും ഇതും ഒന്നും പറയിപ്പിക്കാതെ കല്യാണം വേഗം നടത്തുന്നത് തന്നെയാ നല്ലത്. താലികെട്ട് അമ്പലത്തിൽ വെച്ചായതുകൊണ്ട് വലിയ ഒരുക്കങ്ങളൊന്നും വേണ്ട, സമ്മതിച്ചു. എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കാനുള്ളത് നമുക്ക് കൊടുക്കണ്ടേ ചന്ദ്രേട്ടാ? നമ്മൾ കൊടുക്കുന്നത് കൊണ്ടുപോയിട്ട് വേണമല്ലോ ഒയ്യാരത്ത് കഞ്ഞി വെച്ച് കുടിക്കാൻ. എന്നല്ല, നാട്ടു നടപ്പിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനൊന്നും നമ്മൾ ഒരു കുറവും വരുത്തില്ല. എന്തിനേ, നാട്ടു നടപ്പ് അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. എന്തൊക്കെ പറഞ്ഞാലും സുമിയുടെ പോലെ നന്ദുവിന്റെ കല്യാണം ഏറ്റവും നല്ല കുടുംബത്തിൽ തന്നെ നടക്കാൻ പോവാ. അത് ഓർക്കുമ്പോ എന്തായാലും സുമിതയും നന്ദുവും ഒരു വീട്ടിലെ മരുമക്കളായി ചെന്നു ചേർന്നതില് എനിക്ക് വലിയ സമാധാനമുണ്ട്.
സുമി, എന്തു പറ്റി മോളെ? നീ ആകെ സങ്കടത്തിലാണല്ലോ. നീ വന്നു കയറിയ മുതല് നിന്നെ തന്നെ ശ്രദ്ധിക്കായിരുന്നു ഞാൻ. മൊത്തത്തിലൊരു ഉത്സാഹക്കുറവ് പോലെ. ഒന്നുമില്ല അച്ഛാ. അച്ഛന് വെറുതെ തോന്നിയതാ. ഞാനതിന് നിന്നെ ഇന്നും ഇന്നലെ അല്ലല്ലോ കാണാൻ തുടങ്ങിയത്. നന്ദുവിന്റെ കല്യാണക്കാര്യത്തില് ഇവിടെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. പക്ഷേ നിനക്ക് പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ലെന്ന് അച്ഛന് തോന്നുന്നു. തോന്നുന്നല്ല, മനസ്സിലായി. നിന്റെ മനസ്സിൽ എന്താണെന്ന് അച്ഛന് മനസ്സിലാകുന്നുണ്ട്. നിന്റെ ചിന്തകളെ അച്ഛൻ തെറ്റു പറയുന്നില്ല. നന്ദുവിനെ കല്യാണം കഴിച്ചുവിടുന്ന കുടുംബം നല്ലതാണ്. അവിടെ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന ജീവിതം തന്നെയാണ് നന്ദുവിനെ കാത്തിരിക്കുന്നത്. പക്ഷേ കല്യാണ ചെറുക്കൻ ഒരു വഴിപഴച്ചവനാണ്. ഇതല്ലേ നിന്റെ പ്രശ്നം? അച്ഛൻ അത്ര കൃത്യമായിട്ട് എന്റെ മനസ്സ് വായിച്ചത്. നന്ദനെ കല്യാണം കഴിച്ചു വിടുന്ന കുടുംബം നല്ലതല്ലായിരുന്നെങ്കിൽ പോലും ഞാൻ ഇത്ര വേവലാതിപ്പെടില്ലായിരുന്നു. താലി കെട്ടുന്ന പുരുഷൻ ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ അത് മതി, അത് മാത്രം മതി അച്ഛൻ. ഒരു കാര്യം മനസ്സിലാക്കണം മോളെ, ഈ അവസ്ഥയില് നമ്മുടെ നന്ദുവിനെ മറ്റാര് കല്യാണം കഴിക്കാൻ തയ്യാറാവും? നന്ദിതയ്ക്ക് മറ്റൊരു നല്ല ബന്ധം ഇനി കിട്ടാൻ പോകുന്നില്ല. എത്ര കാലം കഴിഞ്ഞാലും നിധീഷിന്റെ കുഞ്ഞുമായിട്ട് അവൾക്ക് എങ്ങനെയാണ് മറ്റൊരാളോടൊപ്പം ജീവിക്കാൻ കഴിയുക? അച്ഛനില്ലാത്തൊരു കുഞ്ഞുമായി ആജീവനാന്തം ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഈ കല്യാണം തന്നെയല്ലേ മോളെ? വളരെ പെർഫെക്റ്റായ ബന്ധമൊന്നുമല്ല ഇതെന്ന് അച്ഛൻ അറിയാം. കുറ്റമറ്റതൊന്നും മനുഷ്യന് വിധിച്ചിട്ടില്ല മോളെ. ദൈവം നമുക്ക് വെച്ച് നീട്ടുന്നത് എന്താണോ അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പഠിക്കുക. ജീവിതം അങ്ങനെയാണ് സുമി. അതുകൊണ്ട് നന്ദുവിന്റെ കാര്യത്തിൽ സന്തോഷിക്കുകയേ നമുക്ക് മാർഗമുള്ളൂ. നിധീഷ് എത്ര മോശക്കാരനാണെങ്കിലും അവനെ നന്നാക്കി തന്റെ ജീവിതം കരിപ്പിടിപ്പിക്കേണ്ടത് ഇപ്പൊ നന്ദുവിന്റെ ഉത്തരവാദിത്വമാണ്. അത് അവള് ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ നടക്കട്ടെ. കല്യാണത്തിന് ശേഷവും ആ കുഞ്ഞുമായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കാൻ അവർക്ക് ഇടവരാതിരിക്കട്ടെ ഈശ്വര. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.